എല്ലാ ഭക്തജനങ്ങൾക്കും കതിർബൽ മുരുക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ നോക്കാനോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക, ഇല്ലെങ്കിൽ വാട്സപ്പ് മുഖാന്തരം അയച്ചു തരിക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി കവടി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. കാര്യത്തിലേക്ക് കിടക്കാം. ഈ വിവാഹ തടസ്സം, അതായത് മിക്ക ആൾക്കാരും പറയാറുണ്ട്, തിരുമേനി ഞങ്ങൾ കഴിക്കാനുള്ള വഴിപാടുകളെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഞാനും കുറേ വിവാഹപരമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകളും ചെയ്തിട്ടുണ്ട്. എന്നാൽ 100-ൽ 60% ആൾക്കാരുടെ വിവാഹ കാര്യങ്ങൾ നടക്കും. ഇനിയും കുറേ ആൾക്കാരുടെ നടക്കാനുണ്ട്. ചില അമ്മമാരൊക്കെ വഴിപാട് പറയുമ്പോഴത്തേക്ക് ഓട്ടോക്കോല് മുടക്കി ഒരു ദിവസത്തെ ജോലി കളഞ്ഞ് തിരുമേനിക്ക് ദക്ഷിണയും കൊടുത്ത് വഴിപാടിൻ്റെ ചാർജും കൊടുത്ത് അങ്ങനെ നമ്മൾ ഏകദേശം ആഴ്ചയിൽ തന്നെ വഴിപാട് ചെയ്യുമ്പോൾ ഒത്തിരി പൈസകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഈ വഴിപാട് പറയുമ്പം ചിലപ്പം ഈ അമ്പലങ്ങളൊക്കെ അടുത്താവണമെന്നില്ല, ദൂരെ ആയിരിക്കും. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ കാല് വയ്യാത്തവരും ഇല്ലെങ്കിൽ ഒരു ദിവസത്തെ പണി കളഞ്ഞ് പോകുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ ഒരാൾക്കൊരു കാര്യം പറയുമ്പോൾ എല്ലാം മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അത് മനസ്സിലാക്കിയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഈ വഴിപാടുകളൊന്നും നടത്തിയിട്ട് വിവാഹം നടക്കുന്നില്ല, അത് എന്തുകൊണ്ടാണ് തിരുമേനി എന്ന് ഒത്തിരി പേരെന്നോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ വിവാഹമൊക്കെ നോക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമ്മുടെ ഗ്രഹനില നോക്കി വേണം നമ്മൾ വിവാഹ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. അതായത് ഗ്രഹനില നോക്കി വേണം വഴിപാട് ചെയ്യേണ്ടത്. ഗ്രഹനില നോക്കാതെ നമ്മൾ, ചിലവർക്ക് പാപദോഷങ്ങളുള്ള ഗ്രഹനില ഉണ്ടാകും, ചിലവർക്ക് ശുദ്ധജാതകങ്ങളുണ്ടാകാം. അപ്പോൾ മിക്കവരും വിവാഹപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു വഴിപാടാണ് സ്വയംവര മന്ത്രാർച്ചന, ഇല്ലെങ്കിൽ ബാണേശ്വരി ഹോമം അർച്ചന. കൂടുതലും നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന സ്വയംവര മന്ത്ര അർച്ചനയാണ്. അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഈ സ്വയംവര മന്ത്ര അർച്ചനയും കൊണ്ട് നമ്മൾ ഗ്രഹനില നോക്കി ചെയ്യാതെ പ്രയോജനപ്പെടുത്തില്ല. അപ്പോൾ നമ്മുടെ മക്കൾ തന്നെ നമ്മളോട് വീട്ടിലോടൊക്കെ, അമ്മ ഈ കണ്ട തിരുമേനിമാരെയും ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ടിട്ട് എൻ്റെ വിവാഹം ഇതുവരെ നടക്കുന്നില്ല, ഇന്ന് നടക്കും നാളെ നടക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അവരൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ പോലും എടുക്കത്തില്ല, അന്നേരത്തെ പൈസ മേടിച്ച് പോകുന്നു, പിന്നെ ഫോൺ പോലും വിളിച്ചാൽ എടുക്കത്തില്ലെന്ന് മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ചിന്തിക്കണം. നമ്മൾ ഈ എല്ലാവരും പറയുന്ന കേട്ട് ഓടി കടന്ന് ക്ഷേത്രങ്ങളിൽ മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി ചുമ്മാ വഴിപാടുകൾ ചെയ്ത് പൈസ കളയരുത്. കാരണം നമ്മൾ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്ത് ഓട്ടോമാറ്റിക്കലി സ്വയം തന്നെ നമുക്ക് തന്നെ നമ്മളോട് തന്നെ നമ്മൾ ഈ കണ്ട വഴിപാടുകളൊക്കെ നടത്തിയിട്ട് ഒരു ആലോചന പോലും എൻ്റെ മകന് വരുന്നില്ല. 20-25 വയസ്സായി, 30-35 വയസ്സ് വരെ ആയിട്ടും കല്യാണം നടക്കാത്ത ഇഷ്ടം പോലെ അമ്മമാരുടെ മക്കളുകളുണ്ട്, ഇഷ്ടം പോലുണ്ട്. അപ്പോൾ എനിക്കൊക്കെ അവരോട് പറയാനുള്ളത്, നമ്മളെ ഗ്രഹനില, അതായത് ഗ്രഹനില കൃത്യമായി ഒരു ജ്യോത്സ്യനെ കൊണ്ട് പരിശോധിച്ച ശേഷം മാത്രം വിവാഹപരമായി ബന്ധപ്പെട്ട് വഴിപാടുകൾ ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കും കൂടെ ഒരു വിശ്വാസമാണെങ്കിൽ മാത്രം നമ്മളത് ചെയ്യുക. പിന്നെ വിവാഹപരമായി നമ്മൾ വിവാഹം നടക്കാൻ വേണ്ടി 10,000-50,000 രൂപ മുടക്കി പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചുമ്മാതാണ്. നമ്മൾ കൂടി വന്ന എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൂടി വന്ന ഒരു 5,000 രൂപയിൽ കൂടുതൽ പൂജകളും കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്താൽ നടക്കത്തില്ല. നമ്മൾ ഗ്രഹനില കൃത്യമായ രീതിയിൽ പരിശോധിച്ച ശേഷം മാത്രമേ വിവാഹം നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിപാടായിട്ട് മുന്നോട്ട് പോകുകയാണ്. പിന്നെ വഴിപാടിന് പോകുന്ന ക്ഷേത്രങ്ങൾ, ഏത് ക്ഷേത്രമാണെങ്കിലും നമുക്ക് അവിടെ നിൽക്കുന്ന ശാന്തിക്കാരൻ്റെ വിശ്വാസം ഉണ്ടാകണം. ഒരു ക്ഷേത്രത്തിലൊക്കെ നമ്മൾ വഴിപാടിന് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരില്ല. എന്നാൽ ചില ശാന്തിമാർ നല്ലപോലെ ചെയ്തു തരുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്തു തരുന്ന ക്ഷേത്രത്തിൽ ഒത്തിരി ശാന്തിമാരുണ്ട്. എന്നാൽ ചിലയിടത്ത് നമ്മൾ സ്വയംവരമൊക്കെ ചെയ്താൽ ഒരു സ്വയംവരം ചെയ്തിട്ട് അവർ പെട്ടെന്ന് ഇറങ്ങിത്തന്ന് കുറച്ച് പൂവും മാറിയിട്ട് കുറച്ച് ചന്ദനം താളി, ഒരു ബഹുമാനമില്ല. നമ്മളൊരാൾക്ക് ഒരു വഴിപാട് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഭക്തി ഉണ്ടാകണം, അല്ലേ? ഈ തിരുമേനി നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് വിവാഹപരമായി ബന്ധപ്പെട്ട് നമുക്ക് വഴിപാടുകൾ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കല്യാണം ഉറയ്ക്കാത്തത്? നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. വിവാഹപരമായി തടസ്സം നിൽക്കുന്ന ഏത് ഗ്രഹമാണ്, ആ ഗ്രഹത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ വിവാഹ തടസ്സം മാറിക്കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ അമ്പലങ്ങളിൽ ഓടി നടന്ന് സ്വയംവര പുഷ്പാഞ്ജലി, ബാണേശ്വരി ഹോമം ചെയ്താലൊന്നും നടക്കത്തില്ല. അപ്പം ഒരു കാര്യം പറയട്ടെ, ഇപ്പം
ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ രാഹു നിന്ന് തടസ്സം നിൽക്കുകയാണ്. 7ാം ഭാവത്തിൽ രാഹു മാത്രമാണ് തടസ്സം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? രാഹുവിൻ്റെ കാര്യം അറിയാതെ ക്ഷേത്രങ്ങളിൽ ബാണേശ്വരി ഹോമം നടത്തും, അതേപോലെ തന്നെ സ്വയംവരം നടത്തും. ഇഷ്ടംപോലെ ആലോചനകൾ വരും, പക്ഷേ ഈ വരുന്ന സമയത്ത് മാറിപ്പോകുന്നു. അപ്പോൾ രാഹുവിനെ പ്രീതിപ്പെടുത്താതെ കർമ്മങ്ങൾ നടത്താതെ ബാണേശ്വരി ഹോമോ സ്വയംവര ഹോമോ ഇല്ലെങ്കിൽ യക്ഷിണി പൂജ വിവാഹമായി എന്ത് പൂജകളും നടത്തിയിട്ട് കാര്യമില്ല. അപ്പം രാഹു തടസ്സം നിൽക്കുകയാണെങ്കിൽ രാഹുവിനെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹ ക്ഷേത്രമായി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി രാഹുവിന് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്ത് ആ ദോഷത്തെ കുറച്ചെങ്കിൽ മാത്രമേ വിവാഹപരമായി ബന്ധപ്പെട്ട് തടസ്സം മാറത്തുള്ളൂ. അപ്പോൾ രാഹുവിനെ പ്രീതിപ്പെടുത്തേണ്ട പൂജകളാണ്. അതിന് നമ്മൾ നമ്മുടെ ക്ഷേത്രമായിട്ടുള്ള സർപ്പങ്ങളിരിക്കുന്ന ക്ഷേത്രത്തിൽ 2 വെള്ളിയുടെ സർപ്പരൂപം മേടിച്ച് വിവാഹ തടസ്സമായി നിൽക്കുന്ന വ്യക്തിയുടെ തലക്കൊഴിഞ്ഞ് തേങ്ങയും ചുമന്ന പട്ടും വെച്ച് തലക്കൊഴിയുമ്പോൾ രാഹുർദോഷത്തിന് ശമനം ഉണ്ടാകും. ഒപ്പം തന്നെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് വെള്ളിയുടെയോ സ്വർണത്തിൻ്റെയോ സർപ്പരൂപങ്ങളും നമുക്ക് നടയിൽ സമർപ്പിക്കാം. ഒപ്പം തന്നെ ആയില്യം തോറും ആ വ്യക്തികൾ എന്ത് ചെയ്യണം? ഈ സർപ്പ പൂജ നടക്കുന്ന സമയത്ത് അവരുടെ സാന്നിധ്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം രാഹു പോലെ തന്നെ ബാക്കിയുള്ള ഈ നക്ഷത്രക്കാർക്ക് വിവാഹപരമായി ഇത് തടസ്സങ്ങളുണ്ടാകും ഗ്രഹനിലയിൽ. അപ്പം ഈ വീഡിയോ കാണുന്ന അച്ഛനമ്മമാർ ഇല്ലെങ്കിൽ സ്വയം വിവാഹം നടക്കാത്ത ആൾക്കാർ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. എന്തുകൊണ്ടാണ് ഇത്രയും വയസ്സായിട്ട് ഇല്ലെങ്കിൽ ഇത്രയും വഴിപാടുകളൊക്കെ ചെയ്തിട്ട് വിവാഹം നടക്കാത്തത് എന്താണ്? ഏത് ഗ്രഹമാണ് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്? ആ ഗ്രഹത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ വിവാഹ തടസ്സം മാറിക്കിട്ടത്തുള്ളൂ. അപ്പം കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് വഴി അയച്ചു തരിക, നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും ദക്ഷിണ വിളിച്ചു ചോദിക്കാറുണ്ട്. ദക്ഷിണ എന്ന് പറയുമ്പം ഇഷ്ടമുള്ളൊരു ദക്ഷിണ തന്നില്ലേലും കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ മനസ്സാണ്. അതിപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുന്നത് മേടിക്കാനാണ്. ഇഷ്ടമുള്ളൊരു ദക്ഷിണ തന്നാൽ സ്വീകരിക്കും, അത് നിങ്ങളുടെ യുക്തിയാണ്. വീഡിയോയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനാണെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ഓൺലൈൻ വഴി അറിയാൻ ഈ നമ്പറിൽ അവിടെ വെച്ച് നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.